ഒരു വീട്ടിൽ കള്ളൻ കയറിയാൽ പിറ്റേന്ന് പോലീസ് എത്തിയിട്ട് ചോദിക്കും, നിങ്ങൾ കള്ളൻ കയറുന്ന സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ നമുക്ക് രാത്രിയാണെങ്കിൽ നമുക്ക് പറയാം, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു. അല്ലെങ്കിൽ പകലാണെങ്കിൽ അമ്മ തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ TV കാണുന്ന സമയത്തായിരുന്നു, TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ചില വാക്കുകളുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങളുണ്ട്. പാസ്റ്റിൽ നടന്ന കണ്ടിന്യൂഷനായിട്ട് ചെയ്ത കാര്യങ്ങൾ. നീ വരുന്ന സമയത്ത് ഞാൻ കുളിക്കുകയായിരുന്നു, നിങ്ങൾ പോയ സമയത്ത് ഞാൻ പല്ല് തേക്കുകയായിരുന്നു, ചെയ്യുകയായിരുന്നു, കളിക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു. അങ്ങനെ ആയിരുന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം? ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ടെൻസിന്റെ പേര് ഓർക്കുക, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബോംബ് പൊട്ടി എന്ന് വിചാരിക്ക്. അവിടെ നിന്നൊരു ബോംബല്ല, ഒരു പടക്കം പൊട്ടി എന്ന് വിചാരിക്ക്. അപ്പോൾ ഞാൻ നാളെ അതിനെക്കുറിച്ചിട്ട് ഒരാളോട് പറയുകയാണ്. എങ്ങനെ? ഞാൻ ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ പടക്കം പൊട്ടിയപ്പോൾ ഞാൻ ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും? അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ തുടരെ. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ തുടരെ ചെയ്യുന്നത് കാര്യം. പാസ്റ്റ് കണ്ടിന്യൂസ് പറയുന്നത് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കാര്യത്തെ പിന്നീട് എങ്ങനെ പറയും? ആ കാര്യം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പം പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് പുറത്തേക്ക് പോയി ക്ലാസ് എടുത്ത് കഴിഞ്ഞ് പുറത്തേക്ക് പോയാൽ എനിക്ക് പറയാം ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മുമ്പേയുള്ള വീഡിയോസുകൾ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് ഐ, യു, വി, ദേ പ്ലൂറൽ ഒരു ഫോം, ഹി, ഷീ, ഇറ്റ് സിംഗുലർ മറ്റൊരു ഫോം ആയിട്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഐനെ നമ്മൾ അപ്പുറത്തേക്ക് കൊടുത്തു. ഐനെ നമുക്കിപ്പം ഈ ഫോമിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിൽ ഐ ഇല്ല. ഐ അപ്പുറത്തെ ടീമിലാണ്. അപ്പോൾ ചെയ്യുകയായിരുന്നു, പറയുകയായിരുന്നു, കളിക്കുകയായിരുന്നു എന്നൊക്കെ നമുക്ക് പറയണമെങ്കിൽ ഇംഗ്ലീഷിൽ ഈ പ്രൊനൗൺസ് വരുമ്പോൾ വേർ ആണ് ഉപയോഗിക്കുന്നത്. വേർ ഉപയോഗിച്ചതിന് ശേഷം ഇവിടെ വേർബ് വരും പ്ലസ് ING. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തുടരെ ചെയ്യുന്ന കാര്യത്തിൽ ഉറപ്പായിട്ടും ING വരും, അത് ഷുവറാണ്. യു, വി, ദേ പ്ലൂറൽ വരുമ്പോൾ വേർ വന്നിട്ട് പിന്നെ വേർബ് വരും ING. യു വേർ ഈറ്റിംഗ്, നീ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഈ ഫോം ഓർത്ത് വെക്കുക. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലേക്ക് കടക്കാം. നിങ്ങളൊരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി, ബെല്ലടിച്ചിട്ടൊന്നും വീട് തുറക്കുന്നില്ല. ലാസ്റ്റ് നിങ്ങൾ തന്നെ വീട്ടിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ അകത്തേക്ക് കയറിയപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ അവനെ ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ട് നിങ്ങൾ പുറത്തിരുന്നു. അപ്പോൾ അവൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നതിന് ശേഷം നിങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചു, നീ എപ്പോൾ വന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞാൻ വരുന്നപ്പോൾ നീ ബാത്റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നു. എങ്ങനെ പറയാം? യു വേർ ക്ലീനിങ്, നീ ക്ലീൻ ചെയ്യുകയായിരുന്നു ദ ബാത്റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. വെൻ, ഇവിടെ വെൻ കൊണ്ടുള്ള അർത്ഥം അറ്റ് ദാറ്റ് ടൈം, ആ സമയം. വെൻ ഐ കെയിം, ഇവിടെ ഈ ഐ കെയിം എന്നത് ഇത് പാസ്റ്റ് ആണ്. ഐ കെയിം, കം എന്ന് പറഞ്ഞാൽ വരിക, കെയിം എന്ന് പറഞ്ഞാൽ വന്നു. അപ്പോൾ വെൻ ഐ കെയിം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നപ്പോൾ, ഞാൻ വന്ന സമയത്ത്. വെൻ ഐ കെയിം, ഞാൻ വന്ന സമയത്ത് നീ ബാത്റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. സോ ഐ വെയിറ്റഡ്, ഞാൻ വെയിറ്റ് ചെയ്തു. ഇത് വെയിറ്റിന്റെ പാസ്റ്റ് ആണ്, വെയിറ്റഡ്. ഐ വെയിറ്റഡ് ഹിയർ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു, ഞാൻ നിന്നെ കാത്തിരുന്നു. അപ്പോൾ യു വെർ ക്ലീനിങ്, നീ ക്ലീൻ ചെയ്യുകയായിരുന്നു. ഒരു സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ കുലുങ്ങി അടക്കി പിടിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരം കാണുന്ന ഏർപ്പാടാണ് കുലുങ്ങി ചിരിക്കുന്ന. ഇങ്ങനെയുള്ള ഈ അടക്കി പിടിച്ച് ചിരിക്കുന്ന സമയത്ത് മാഷ് എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നിട്ട് പറയുകയാണ്, ആ മാഷ് പറയുകയാണ്, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നീ ഇങ്ങനെ കുലുങ്ങി ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ ചിരി അടക്കി പിടിച്ച് ചിരിക്കുന്നതിന് ചക്കിൾ എന്നാണ് പറയുക. കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും ഈ പേര് കേൾക്കുമ്പോൾ, ചക്കിൾ. യു വേർ ചക്ലിങ്, നീ ഇങ്ങനെ അടക്കി പിടിച്ച് ചിരിക്കുകയായിരുന്നു. വൈൽ ഐ ടോട്ട് ദ ക്ലാസ്, ഇവിടെ വൈൽ വെന്നിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെന്നിന്റെ അതേ അർത്ഥമാണ് വൈലിന്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? വൈലും വെന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമ്മൾ പിന്നീട് പഠിക്കും, ക്വസ്റ്റ്യൻ ഫോംസ് വരുന്നുണ്ട്. വൈൽ എന്ന് പറഞ്ഞാൽ അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്. ഐ
taught the class. Teach എന്ന വാക്കിന്റെ പാസ്റ്റ് ആണ് taught. ഞാൻ പഠിപ്പിച്ചു. ടീച്ച് എന്ന വാക്കിന്റെ അർത്ഥം പഠിപ്പിക്കുക. ടോട്ട് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യു വെയർ ചക്ലിംഗ്, നീ ഇങ്ങനെ കുലുങ്ങി അടക്കി പിടിച്ചിട്ട് ചിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ചെറിയ അനിയത്തിയും അനിയനും കളിക്കുകയായിരുന്നു. പിന്നീട് നിങ്ങൾ അനിയത്തിയുടെ വലിയ സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ നിങ്ങൾ പോയി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അനിയത്തിയുടെ മൂക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ അവൻ പിടിവിട്ടു. അപ്പോൾ നീ എന്താ ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, അവൾ വെറുതെ കരയുന്നതാണെന്ന് അനിയൻ പറഞ്ഞപ്പോൾ നീ അവളുടെ മൂക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു. എന്തെങ്കിലും ഒരു സാധനം ഷാർപ്പായിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നതിനാണ് ട്വീക്ക് എന്ന് പറയാ. നമ്മൾ സാധാരണ ഈ കുട്ടികൾ വലിക്കുന്നതിനാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഈ വാക്ക് നമ്മളെ കുട്ടികൾ ഇങ്ങനെ ചെവി പിടിച്ച് വലിക്കും. നമ്മൾ പരസ്പരം ഇങ്ങനെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പിടിച്ച് വലിക്കൂലേ, അപ്പോൾ ആ വലിക്കുന്നതിനാണ് ട്വീക്ക് എന്ന് പറയാം. ഞാനിവിടെ പുതിയ പുതിയ വാക്കുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വൊക്കാബുലറി, നിങ്ങളുടെ വേർഡ് നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എപ്പോഴും കുടിച്ചു കളിച്ചു ഇരുന്നു എന്ന് മാത്രം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. പുതിയ പുതിയ വാക്കുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. ട്വീക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ശക്തിയായി വലിക്കുന്നതിനാണ് ട്വീക്ക് എന്ന് പറയുക. യു വെയർ tweaking her nose. You were tweaking, നീ പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. her nose, her എന്ന് പറഞ്ഞാൽ അവളുടെ, അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. her അവളുടെ nose, അവളുടെ മൂക്ക് നീ പിടിച്ചു വലിക്കുകയായിരുന്നു. when I saw you, I see എന്ന വാക്കാണ് see എന്ന വാക്ക് കാണുക എന്നാണ് അർത്ഥം. കണ്ടു എന്ന് പറയാൻ സോ. വെൻ ഐ സോ യു, ഞാൻ നിന്നെ കണ്ട സമയത്ത്. വെൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആ സമയത്ത്. വെൻ ഐ സോ യു, ഞാൻ നിന്നെ കണ്ട സമയത്ത് നീ അവളുടെ മൂക്ക് പിടിച്ച് വലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ കൂട്ടുകാർ അർജന്റായിട്ട് ഒരുപാട് കമ്പിയും പാരയും മുട്ടയൊക്കെ എടുത്തിട്ട് അർജന്റായിട്ട് എവിടെയോ പോകുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് എവിടെയോ പോകുന്നതെന്ന് ചോദിക്കാൻ പറ്റിയില്ല. പിറ്റേന്ന് നിങ്ങൾ ചോദിക്കും, നീ എന്താണ് ഇന്നലെ അർജന്റായിട്ട് എവിടെയോ പോകുന്നുണ്ടായത്? അപ്പോൾ അവൻ പറയുകയാണ്, കനത്ത മഴ കാരണം ഞങ്ങളുടെ കോഴിക്കൂട് പൊളിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ ശരിയാക്കുകയായിരുന്നു. ഇന്നലെ ഹെവി റെയിൻ കാരണം പൊളിഞ്ഞു വീണ കൂട് ഞങ്ങൾ ശരിയാക്കുകയായിരുന്നു. വി വെയർ ഫിക്സിങ്. ഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം എന്തെങ്കിലും കറക്റ്റ് ആക്കുന്നതിനാണ് ഫിക്സ് എന്ന് പറയുക. നമ്മൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ശരിയാക്കുന്നതിനെയാണ് ഫിക്സ് എന്ന് പറയുക. വി വെയർ ഫിക്സിങ്, ഫിക്സ് ചെയ്യുകയായിരുന്നു, നമ്മൾ ശരിയാക്കുകയായിരുന്നു. ദ കേജ്, ആ കൂട് നമ്മൾ ഏതോ കോഴിക്കൂടോ ആട്ടിൻകൂടോ നമ്മൾ ശരിയാക്കുകയായിരുന്നു. ഞങ്ങൾ ശരിയാക്കുകയായിരുന്നു. ദാറ്റ് വാസ് ഡാമേജ്ഡ്. ഈ ഫോം ഇവിടെ എന്താ ING വരാത്ത ഡാമേജ്ഡ്, ഈ ഇടി എന്താ വന്നതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് പിന്നീട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഫോമാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ ഈ ഫോം മാത്രം ആലോചിച്ചാൽ മതി. എന്നാലും ഞാൻ പറയുന്നു, ദാറ്റ് വാസ് ഡാമേജ്ഡ്, അത് ഡാമേജ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോ. അത് ഡാമേജ്, അത് പൊളിഞ്ഞ് വീഴപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബൈ ദ ഹെവി റെയിൻ കാരണത്താൽ. ഇവിടെ ഈ ബൈ എന്ന് ഉപയോഗിക്കുന്ന ഈ മഴയാൽ എന്ന് ഉപയോഗിക്കുന്ന ആ ആലില്ലേ, ആ ആല് വരുന്ന സാധനമാണ് ഈ ബൈ. കാരണത്താൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ താൽ എന്നില്ലേ, അപ്പൊ അതാണ് ഇവിടെ ബൈ ദ ഹെവി റെയിൻ. ആ മഴയാൽ എന്ത് പൊളിഞ്ഞു വീഴപ്പെട്ടിട്ടുണ്ടായിരുന്ന കേജ് ഞങ്ങൾ ഫിക്സ് ചെയ്യുകയായിരുന്നു. നിങ്ങൾ ഇതൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ വി വെയർ ഫിക്സിങ് ദ കേജ്, ഞങ്ങൾ ഈ കേജ് ശരിയാക്കുകയായിരുന്നു. നിങ്ങളുടെ കൂട്ടുകാർ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവർ പണത്തിന് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കൊണ്ട് കൊടുത്തു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞു, ഞങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ നീ കൊണ്ടുതന്നോണ്ട് വലിയ ഉപകാരമായി എന്നെങ്ങനെ പറയും? വി വെയർ തിങ്കിങ്, ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ടു ബോറോ മണി. ഇവിടെ ടു എന്നത് എന്നില്ല, അത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ മനസ്സിലാവും. എന്നില്ല അർത്ഥം വരിക, കടം വാങ്ങുന്നതിനെ എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ടു ചേർക്കുന്നത്. തിങ്കിങ് ടു ബോറോ മണി. ബോറോ എന്ന് പറഞ്ഞാൽ കടം വാങ്ങുക, കടം വാങ്ങുന്നതിനാണ് ബോറോ എന്ന് പറയുക. ബോറോ മണി, പണം കടം വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രം ദ ബാങ്ക്, ബാങ്കിൽ നിന്ന്. ഇവിടെ ഫ്രമിന്റെ അർത്ഥം നിന്ന് എന്നുള്ള അർത്ഥം. ഫ്രം, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ വരാനുണ്ട്. ഫ്രം ദ ബാങ്ക്, ബട്ട് യു ഹെൽപ്ഡ് അസ്. ഹെൽപ്പിന്റെ പാസ്റ്റ് ആണ് ഇവിടെ. ബട്ട് യു ഹെൽപ്ഡ്, നീ സഹായിച്ചു. അസ്, ഞങ്ങളെ. അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ.
ഞങ്ങളെ നീ സഹായിച്ചു, ഞങ്ങൾ ബാങ്കിൽ നിന്ന് കടം വാങ്ങാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ അനിയൻ എക്സാമിന് ഫെയിലായി. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ വീട്ടിൽ വന്നപ്പോൾ അവനെ വിളിച്ചു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ അവനെ വിളിച്ചിട്ട് മാറ്റി നിർത്തിയിട്ട് എന്തോ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ പിന്നീട് ആ സംസാരം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ചു, നീ അവനോട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഞങ്ങൾ അവനൊന്ന് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ ഒരു മോട്ടിവേഷൻ. അവന് ഏതാനും പൊട്ടിയല്ലോ, ഇനി തളരരുത്, ഇനിയും എഴുന്നേറ്റ് വരണം എന്ന് പ്രോത്സാഹനം കൊടുക്കുകയായിരുന്നു. പ്രോത്സാഹിപ്പിക്കുക എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് എൻകറേജ്. ഇവിടെ എൻകറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നാണ് അർത്ഥം. കറേജ്, ഇവിടെ എൻകറേജ് ധൈര്യം കൊടുക്കുക എന്നർത്ഥം. പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ധൈര്യം നൽകുക എന്നർത്ഥം. വി വെയർ എൻകറേജിങ്, ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു യുവർ ബ്രദർ, എൻ്റെ ബ്രദറെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. നിങ്ങളുടെ കുറച്ച് കൂട്ടുകാർ ട്രക്കിംഗ് ഒക്കെ, മലയുടെ മുകളിലേക്ക് കയറുന്നതൊക്കെ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാർക്ക് എന്തോ ഒരു അപകടം പറ്റി എന്ന് പറയുന്നത് കേട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്നു. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് അവർ മലയുടെ മുകളിൽ നിന്ന് വീഴുകയായിരുന്നു. ദേ വെയർ ഫോളിങ്. ഫോൾ എന്ന് പറഞ്ഞാൽ വീഴുക. ഫോളിങ്, നിലത്തേക്ക് വീഴുകയായിരുന്നു. ദേ വെയർ ഫോളിങ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. ഫ്രം ദ ടോപ്പ്, ടോപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന്. ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ പർവ്വതം. പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് ദേ വെയർ ഫോളിങ്, അവർ വീഴുകയായിരുന്നു. നിങ്ങളൊരു ഗവൺമെൻറ് ഓഫീസിൽ പോയപ്പോൾ അവിടെ കുറച്ച് പേര് ചേർന്നിട്ട് സമരം ചെയ്യുകയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഗവൺമെൻറ് ഓഫീസിൽ നിങ്ങളുടെ അറിയുന്ന ഒരാളുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടില്ല. പിറ്റേ നിങ്ങൾ വിളിച്ചു ചോദിച്ചു എന്തിനായിരുന്നു അവർ സമരം ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഗവൺമെന്റ് പുതുതായിട്ട് ഇറക്കിയ ഒരു ഓർഡറിനെതിരെ അവർ സമരം ചെയ്യുകയായിരുന്നു ഇന്നലെ. ദേ വെയർ പ്രൊട്ടസ്റ്റിംഗ്. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ സമരം ചെയ്യുക. ദേ വെയർ പ്രൊട്ടസ്റ്റിംഗ്, അവർ സമരം ചെയ്യുകയായിരുന്നു. എഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ്. എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിരെ. ഗവൺമെന്റ് ഓർഡറിന് എതിരെ സമരം ചെയ്യുകയായിരുന്നു യെസ്റ്റർഡേ. ഇന്നലെ അവർ they were protesting, അവർ സമരം ചെയ്യുകയായിരുന്നു. against the government order, ഗവൺമെന്റ് ഓർഡറിനെതിരെ അവർ സമരം ചെയ്യുകയായിരുന്നു. നിങ്ങൾ ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ നിങ്ങളുടെ ഭാര്യ ചോദിച്ചു എന്തേ പെട്ടെന്ന് തന്നെ പരാതി കൊടുത്തിട്ടില്ലേ, എന്തേ തിരിച്ചു വന്നത്? അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ പോകുമ്പോൾ തന്നെ അവർ പോലീസുകാർ ചേർന്നിട്ട് ഒരാളെ ഇടിക്കുകയായിരുന്നു. ഒരു കള്ളനെ പിടിച്ചിട്ട് അവർ കൂമ്പിനിട്ട് ഇടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടതുകൊണ്ട് ഞാൻ എന്നെയും ഇടിക്കണ്ടെന്ന് പേടിച്ചിട്ട് ഞാനിങ്ങ് പോന്നു. എങ്ങനെ പറയും? അപ്പോൾ പോലീസ് എന്നത് പ്ലൂരലാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് പോലീസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, പോലീസേഴ്സ് എന്ന് പറഞ്ഞാലാണ് പ്ലൂരൽ. പക്ഷെ പോലീസ് എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. പോലീസ് മാൻ എന്ന് പറഞ്ഞാലാണ് ഒരു പോലീസുകാരൻ എന്നർത്ഥം വരുന്നത്. ദ പോലീസ് പ്ലൂരൽ വരുമ്പോൾ വേറാണ് വരിക എന്ന് നമ്മൾ പഠിച്ചു. ദ പോലീസ് വേർ ബീറ്റിംഗ്, അവർ അടിക്കുകയായിരുന്നു. സം റോബേഴ്സ്, കുറച്ച് കള്ളന്മാരെ പോലീസുകാർ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെൻ ഐ കെയിം ടു ദ പോലീസ് സ്റ്റേഷൻ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ അവർ കുറച്ച് പോലീസുകാർ ചേർന്നിട്ട് കള്ളന്മാരെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഐ റിട്ടേൺഡ്. റിട്ടേണിന്റെ പാസ്റ്റ് ആണ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. റിട്ടേൺഡ്, തിരിച്ചു വന്നു. സോ എന്ന് പറഞ്ഞാൽ അതിനാൽ പോലീസുകാർ അടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അതിനാൽ ഐ റിട്ടേൺഡ്, ഞാൻ മടങ്ങി വന്നു. സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഹോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയി നോക്കുമ്പോൾ അവിടെ 6ാം ക്ലാസ്സിലെ കുട്ടികൾ മുഴുവനും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു അവർ ഡെക്കറേറ്റ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട്, നിങ്ങൾ അവിടുത്തെ ടീച്ചറാണ്, നിങ്ങൾ പോയി. പക്ഷേ ബെല്ലടിച്ച ഉടനെ അവർ കംപ്ലീറ്റ് ചെയ്യാതെ അവർ പോയി. അപ്പോൾ പിറ്റേ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് 6ാം ക്ലാസ്സിലെ കുട്ടികൾ ഹോൾ അറേഞ്ച് ചെയ്യുകയായിരുന്നു, പക്ഷെ അവർ കംപ്ലീറ്റ് ചെയ്തില്ല. ദ 6th സ്റ്റുഡൻസ് വെയർ അറേഞ്ചിങ്, അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദ ഹോൾ യെസ്റ്റർഡേ ബട്ട് ദേ ഡിഡ് നോട്ട് കംപ്ലീറ്റ് ഇറ്റ്. ഈ ഫോമൊക്കെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമ്മുടെ ഇനിയുള്ള വീഡിയോയിൽ പഠിക്കും, ഒന്നൊട്ടും പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. ബട്ട് ദേ ഡിഡ് നോട്ട് കംപ്ലീറ്റ് ഇറ്റ്, അവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ അനിയത്തിയുടെ സ്കൂളിൽ നിങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി പോയി. നിങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നപ്പോൾ അനിയത്തി വല്ലാതെ നിങ്ങളെ കളിയാക്കി. അപ്പോൾ നിങ്ങൾ പറയുകയാണ് പ്രസംഗം തുടങ്ങിയ സമയത്ത് പെൺകുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുകയായിരുന്നു, അവർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയും? ഓൾ ദ ഗേൾസ് ഇൻ ദ സ്കൂൾ, ആ സ്കൂളിലെ എല്ലാ പെൺകുട്ടികളും വെർ ലിസണിങ് ടു മൈ സ്പീച്ച്, അവർ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ സ്പീച്ചിനെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക, അവർ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചെയ്യുകയായിരുന്നു, പറയുകയായിരുന്നു, കളിക്കുകയായിരുന്നു എന്നിങ്ങനെയുള്ള ഫോമുകൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഈ പ്രൊനൗൺസ് ആണ് വരുന്നതെങ്കിൽ വേറാണ് ഉപയോഗിക്കുക. ഇവിടെ വേർബ് വരും, ing വരും എന്ന് നമ്മൾ പഠിച്ചു. ഇത് ഓർമ്മിച്ചു വെക്കുക. ഇനി ഹി, ഷീ, ഇറ്റ് സിംഗുലർ വന്നാൽ എന്താണ് വരിക
സോറി ഐ ഹി ഷീ ഇറ്റ് സിംഗുലർ വന്നാൽ എന്താണ് വരിക എന്ന് നമുക്ക് നോക്കാം. ഐ ഹി ഷീ ഇറ്റ് സിംഗുലർ വരുമ്പോൾ വാസ് ആണ് വരിക, പിന്നെ വേർബ് വരും, ing വരും. ഐയെ നിങ്ങൾ ഈ കൂട്ടത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, കാരണം എപ്പോഴും ഐ യു വി ദേ പ്ലൂറലിന്റെ അപ്പുറമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കാര്യത്തിൽ ഐ ഇവരുടെ കൂടെയാണ്. അപ്പോൾ ഈ ഫോം ഓർമ്മിച്ച് വെക്കുക. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലേക്ക് കടക്കാം. നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് കുറച്ച് പണം തന്നിട്ട് പറഞ്ഞു, ദാമു വി കെ എന്ന എൻ്റെ പഴയൊരു കൂട്ടുകാരനുണ്ട്, അവൻ ഈ പണം കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ദാമു എന്ന പേരുള്ള ചേട്ടനെ കണ്ടെത്തിയിട്ട് ചേട്ടനെ കൊടുക്കാൻ പോകുമ്പോൾ ചേട്ടൻ്റെ ID കാർഡ് ചോദിച്ചു. അപ്പോൾ അതിൽ ദാമു വി കെ എന്നല്ലേ എന്ന് ചോദിച്ചു, അച്ഛൻ്റെ കൂടെ പഠിച്ചതല്ലേ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരൻ പിന്നീട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് വരുമ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് നീ ഒരുപാട് ദാമു എന്ന് ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പണം കൊടുത്താൽ പോരെ, എന്തിനാണ് നീ ഒരുപാട് പ്രാവശ്യം ചേട്ടൻ ദാമു അല്ലേ ഇനീഷ്യൽ ഇങ്ങനെ ID കാർഡൊക്കെ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുകയാണ്, അദ്ദേഹം അച്ഛൻ പറഞ്ഞ ആൾ തന്നെയല്ലേ എന്ന് ഞാൻ കൺഫേം ചെയ്യുകയായിരുന്നു. ഐ വാസ് കൺഫേമിങ്, ഞാൻ കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദാറ്റ്, ഇവിടെ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ എന്നുള്ള അർത്ഥമാണ്. എന്താണ് ഞാൻ കൺഫേം ചെയ്യാൻ പോകുന്നത്? ദാറ്റ് ഹി വാസ് ദ പേഴ്സൺ, അയാൾ ഹി വാസ് ദ പേഴ്സൺ, അയാളായിരുന്നു ആ പേഴ്സൺ മൈ ഫാദർ മെൻഷൻഡ്. മെൻഷൻ എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ച, എൻ്റെ അച്ഛൻ സൂചിപ്പിച്ച അയാൾ തന്നെ ആണോ എന്ന് ഞാൻ കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് കൺഫേമിങ്, ഞാൻ കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ട് കാലങ്ങളിൽ ഭർത്താവ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭർത്താവിന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഭർത്താവ് സോഫയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഭാര്യയെ വിളിക്കും, എടി ഒന്ന് വന്നേ, കുറച്ച് വെള്ളം എടുത്താട്ടെ എന്ന് ഇങ്ങനെ വിളിച്ചു കൂവുന്നുണ്ടാവും. ചിലപ്പോൾ ഭാര്യ പീരീഡ്സ് ഉള്ള സമയത്തായിരിക്കും, ചിലപ്പോൾ കിടക്കുന്നതായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഭാര്യ എഴുന്നേറ്റ് വന്നിട്ട് അന്നേരം ഭർത്താവ് ചോദിക്കും, എത്ര സമയമായി നിന്നെ വിളിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ചെവി എന്നാ പൊട്ടിപ്പോയിനാ എന്നല്ലൊക്കെ ചൂടാവും. അപ്പോൾ ഭാര്യ പറയും, ഞാൻ അവിടെ കിടക്കുകയായിരുന്നു, എനിക്ക് അടിവയറ് വേദനയാണ്. അപ്പോൾ അതൊന്നും പാടില്ല, ഭർത്താവിനും ഭാര്യക്കും തുല്യ നീതി കിട്ടണം. കാരണം ഭർത്താവിന് അത് പോയിട്ട് എടുത്ത് കുടിച്ചാൽ പോരെ, അങ്ങനെ പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞത് ഞാൻ കിടക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും? ഐ വാസ് ലൈങ് ഡൗൺ. ലൈ എന്ന വാക്കിനർത്ഥം കിടക്കുക, കള്ളം പറയുക എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇവിടെ കിടക്കുക എന്നാണ് അർത്ഥം. കിടക്കുക പ്ലസ് ing ലൈയിങ്, ഇതാണ് സ്പെല്ലിംഗ് മാറിയത് കണ്ടോ, LYING. ലൈങ് ഡൗൺ എന്ന് പറഞ്ഞാൽ ലൈങ് ഡൗൺ എന്ന് പറഞ്ഞാൽ കിടക്കയിൽ കിടക്കുന്നതിനാണ് ലൈ ഡൗൺ അല്ലെങ്കിൽ ലൈങ് ഡൗൺ എന്ന് പറയുന്നത്. ഐ വാസ് ലൈങ് ഡൗൺ, ഞാൻ കിടക്കുകയായിരുന്നു. ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം, ബിക്കോസ് ഓഫ് അബ്ഡോമിനൽ പെയിൻ. അബ്ഡോമിനൽ എന്ന് പറഞ്ഞാൽ അടിവയറിലെ വേദന, പെയിൻ, വേദന കാരണം ഞാൻ കിടക്കുകയായിരുന്നു. നിങ്ങളും വൈഫും കൂടി ഒരു ടൂർ പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഭാര്യ പറയുകയാണ്, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഞാൻ ടൂറും സ്വപ്നം കണ്ട് കിടക്കുകയായിരുന്നു. ഐ വാസ് ഡ്രീമിങ്. ഡ്രീം എന്ന് പറഞ്ഞാൽ സ്വപ്നം എന്നും അർത്ഥമുണ്ട്, സ്വപ്നം കാണുക എന്നും അർത്ഥമുണ്ട്. സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ വേർബാവും, സ്വപ്നം എന്ന നൗണുമാണ്, വേർബുമാണ് ഡ്രീം. ഐ വാസ് ഡ്രീമിങ്, ഞാൻ സ്വപ്നം കാണുകയായിരുന്നു, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എബൌട്ട് ദ ടൂർ, നമ്മുടെ ടൂറിനെ കുറിച്ച് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾ നൈറ്റ്, രാത്രി മുഴുവനും ഞാൻ ടൂറിനെ കുറിച്ചിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീടിന്റെ അകത്തേക്ക് ഒരാൾ കീ ഹോളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കണ്ടയുടനെ അയാൾ ഇറങ്ങി ഓടാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ട് നാട്ടുകാരൊക്കെ വന്നു, അയാളെ പിടിച്ചു. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ പ്രശ്നം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഞാൻ വരുന്ന സമയത്ത് ഇയാൾ കീ അകത്തൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒളിഞ്ഞു നോക്കുക, എത്തി നോക്കുക എന്നതിന്റെ ഇംഗ്ലീഷാണ് പീപ്പ്. ഹി വാസ് പീപ്പിംഗ്, അവൻ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. ഇവിടെ ഉള്ളിൽ കൂടി എന്നുള്ള അർത്ഥമാണ്. ത്രൂ ദ കീ ഹോൾ, ക്ലീ ഹോളിന്റെ അകത്തുകൂടെ. വെൻ ഐ കെയിം, ഞാൻ വരുന്ന സമയത്ത് ഹി വാസ് പീപ്പിംഗ്, അവൻ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ പെങ്ങൾ നിങ്ങളെയും കാത്തിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് മോശമായിട്ട് അവളോട് പെരുമാറാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ വന്നപ്പോൾ അവൾ നിങ്ങളോട് പറഞ്ഞു, ഇയാൾ ഏട്ടൻ വരുന്നത് വരെ ഇയാൾ എന്നോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടായിരുന്നു. എങ്ങനെ പറയും? ഹി വാസ് മിസ്ബിഹേവിംഗ്. മിസ്ബിഹേവ് എന്ന് പറഞ്ഞാൽ മോശമായിട്ട് പെരുമാറുക. ഹി വാസ് മിസ്ബിഹേവിംഗ്, അവൻ മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിത്ത് മീ, എന്നോട്. ഇവിടെ മിസ്ബിഹേവിന്റെ കൂടെ എപ്പോഴും വിത്ത്, എപ്പോഴുമല്ല ഒരു 90% വിത്ത് വരും. ഓക്കെ, മിസ്ബിഹേവ് ഇത് ഇൻട്രാൻസിറ്റീവ് വേർബാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഹി വാസ് മിസ്ബിഹേവിംഗ് വിത്ത് മീ, എന്നോട് മോശമായിട്ട്, ഇത് മീ എന്ന് പറഞ്ഞാൽ എന്നോട് മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അണ്ടിൽ യു അറൈവ്ഡ്. അണ്ടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നാണ് അർത്ഥം. യു അറൈവ്ഡ്,
അറൈവ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. അറൈവ്ഡ് എത്തിച്ചേർന്നു. അണ്ടിൽ യു അറൈവ്ഡ് എത്തിച്ചേരുന്നത് വരെ, നീ എത്തിച്ചേരുന്നത് വരെ അയാൾ എന്നോട് മിസ്ബിഹേവ് ചെയ്ത് മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളൊരു കൂട്ടുകാരൻ്റെ കൂടെ കല്യാണത്തിന് പോയപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനെ ഒരാൾ വലിയൊരു പണക്കാരൻ വിളിച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നു. പിന്നീട് കൂട്ടുകാരൻ വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചു എന്താണ് അയാൾ ഇത്രയും അധികം എന്താണ് സംസാരിക്കുന്നുണ്ടായത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞു അയാളുടെ പണത്തെ കുറിച്ചിട്ട് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയും? പൊങ്ങച്ചം പറയുക എന്നതിന്റെ ഇംഗ്ലീഷ് ബ്രാഗ്. പൊങ്ങച്ചം പറയുന്ന ആൾക്കാരെ ബ്രാഗർ എന്നാണ് പറയുന്നത്. ഇനി ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ പൊങ്ങച്ചം പറയുന്ന ആൾക്കാരെ ബ്രാഗർ എന്ന് പറഞ്ഞാൽ മതി. അയാൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, പൊങ്ങച്ചം പറയുന്നവർക്ക് വിവരം കുറവായിരിക്കുമല്ലോ. അപ്പോൾ ബ്രാഗിങ്, ഹി വാസ് ബ്രാഗിങ്, അയാൾ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എബൌട്ട് ഹിസ് മണി, അദ്ദേഹത്തിന്റെ പണത്തെ കുറിച്ചിട്ട് അയാൾ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അനിയത്തി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനിയൻ തൊട്ടടുത്തുണ്ട്. അപ്പോൾ ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അനിയൻ പറഞ്ഞു അവൾ എന്നെ പെണ്ണിനെ കൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. ഷി വാസ് അനോയിങ്. അനോയ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കുക, മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്നതിനാണ് അനോയ് എന്ന് പറയുക. ഷി വാസ് അനോയിങ് മീ, അവൾ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വിത്ത് ഹെർ പെൻ, അവളുടെ ഇവിടെ വിത്തിന്റെ അർത്ഥം കൊണ്ട് എന്നാണ്. അവളുടെ പെണ്ണ് കൊണ്ട് എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഐ സ്കോൾഡഡ്. സ്കോൾഡ് എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക. സോ ഐ സ്കോൾഡഡ്, ഞാൻ വഴക്ക് പറഞ്ഞു. ഹെർ, അവളെ ഞാൻ വഴക്ക് പറഞ്ഞു. ഷി വാസ് അനോയിങ് മീ, അവൾ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ കയ്യിൽ മൊബൈലുള്ള ആ ദിവസം തന്നെ സ്കൂളിലെ പ്രിൻസിപ്പൽ എല്ലാവരുടെ ബാഗിലും മൊബൈൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇന്റർവെൽ സമയത്ത് നിങ്ങൾ വേഗം നിങ്ങളുടെ മൊബൈൽ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചു, നിങ്ങളും കൂട്ടുകാരിയും പോയിട്ട്. അപ്പോൾ പ്രിൻസിപ്പൾ അത് കണ്ടു. പ്രിൻസിപ്പൾ ചോദിച്ചു എന്താണ് അവിടെ, എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരി പറഞ്ഞു അവളുടെ മൊബൈൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. നിങ്ങളുടെ വിശ്വസ്തയായ കൂട്ടുകാർ പറയുകയാണ് പ്രിൻസിപ്പലിനോട് ഷി വാസ് ഹൈഡിങ്. ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെക്കുക. ഷി വാസ് ഹൈഡിങ്, അവൾ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു, മറച്ചു വെക്കുകയായിരുന്നു. ഹെർ മൊബൈൽ, അവളുടെ മൊബൈൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. നിങ്ങൾ ഇറച്ചി കഴിക്കുന്നതിനിടയിൽ അതിൽ നിന്നൊരു കല്ല് കിട്ടി. നിങ്ങളുടെ അച്ഛൻ വേഗം തന്നെ ഇറച്ചിക്കടയിലേക്ക് പോയിട്ട് പറഞ്ഞു എൻ്റെ മകൾ ഇറച്ചി ചവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അതിൽ നിന്നൊരു കല്ല് കിട്ടി. എങ്ങനെ പറയും? ഷി വാസ് ചൂയിങ്. ചൂ എന്ന് പറഞ്ഞാൽ ചവക്കുക. ചൂയിങ് ഗം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചൂയിങ് ഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂയിങ്, ചവക്കുന്ന ഗം, ചവക്കുന്ന പശ. ഗം എന്ന് പറഞ്ഞാൽ പശ, ചൂയിങ് എന്ന് പറഞ്ഞാൽ ചവക്കുക. ചവക്കുന്ന പശ എന്നാണ് ചൂയിങ്കത്തിന്റെ അർത്ഥം, ചൂയിങ് ഗം. ഷി വാസ് ചൂയിങ്, ചവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദ മീറ്റ് ചവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെൻ മീൻസ് അറ്റ് ദാറ്റ് ടൈം. ഷീ ഫൗണ്ട്. ഫൗണ്ട് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് കണ്ടെത്തുക എന്നാണ് അർത്ഥം. ഫൗണ്ട് കണ്ടെത്തി. ഷീ ഫൗണ്ട് എ സ്റ്റോൺ ഇൻ ഇറ്റ്, അതിനകത്തൊരു കല്ല് അവൾ കണ്ടെത്തി. അവൾ ചവച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഷി വാസ് ചൂയിങ്, അവൾ ചവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവൾക്കൊരു കല്ല് കിട്ടി. നിങ്ങളുടെ വീട്ടിലൊരു ടേബിൾ ഫാൻ, അത് കറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും, ഇങ്ങനെ നല്ല സൗണ്ട്. അപ്പോൾ നിങ്ങളത് ആക്രിക്കാർക്ക് വിറ്റു. അന്ന് രാത്രി നിങ്ങൾ പറയുകയാണ് ആ ടേബിൾ ഫാൻ പോയത് നന്നായി, അത് അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട രീതിയിലുള്ള സൗണ്ട് എപ്പോഴും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വസ്തുക്കളെയോ മൃഗങ്ങളെയോ ഇത് എന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇറ്റാണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പഠിച്ചു. ഇറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് വരിക എന്നും നമ്മൾ പഠിച്ചു. ഇറ്റ് വാസ് മേക്കിംഗ്, ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് മേക്കിംഗ് എ നാസ്റ്റി നോയ്സ്. നാസ്റ്റി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട, ഒരു സന്തോഷവും തരാത്ത ഒരു വൃത്തികെട്ട എന്നാണ് അർത്ഥം. നാസ്റ്റി നോയ്സ്, ശബ്ദം, നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ശബ്ദം. ഓൾ നൈറ്റ്, എല്ലാ രാത്രിയിലും ഒരു വൃത്തികെട്ട ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ വൈകി എത്തിയപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താണ് റോഡിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു പെരുമ്പാമ്പ് റോഡ് മുറിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, മെല്ലനെ ആയിരിക്കും അത് നീങ്ങുക. അപ്പോൾ പെരുമ്പാമ്പ് റോഡ് മുറിച്ചടക്കുന്നതിന് എങ്ങനെയാണ് വൈകുക എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുകയാണ് അത് മെല്ലനെ ആയിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്, അത് മെല്ലനെ നീങ്ങുകയായിരുന്നു. ഇറ്റ് വാസ് മൂവിങ്, അത് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്ലോലി, അത് വളരെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അക്രോസ് ദ റോഡ്, അക്രോസ് എന്ന് പറഞ്ഞാൽ റോഡിന് കുറുകെ. നിങ്ങൾ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് അച്ഛൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഓഫീസിലെ രാമു എന്നയാൾ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ പറയും? രാമു വാസ് ഡിസ്റ്റർബിങ്, രാമു ഡിസ്റ്റർബ് ചെയ്യുകയായിരുന്നു മീ, എന്നെ, ഇൻ ദ ഓഫീസ്, ഓഫീസിൽ രാമു എന്നെ ഡിസ്റ്റർബ് ചെയ്യുകയായിരുന്നു. ഇന്നലെ ഒരു പെൺകുട്ടി ആളൊഴിഞ്ഞ ഒരു പറമ്പിലേക്ക് വേസ്റ്റ് ഇടുകയായിരുന്നു. ആ സമയത്ത് ആ പെൺകുട്ടിയെ പാമ്പ് കടിച്ചു. ദ ഗേൾ വാസ് ഡംപിങ്. ഡംപ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, വലിച്ചെറിയുക, ഒഴിവാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്.
ദ ഗേൾ വാസ് ഡംപിങ് ഫുഡ് വേസ്റ്റ് ഡംപ് ചെയ്യുകയായിരുന്നു ഓൺ എ വേക്കൻഡ് ലോട്ട്. വേക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ, വേക്കൻസി എന്ന് പറയാറില്ലേ, ഒഴിവുള്ള ജോലി വേക്കൻസി. അതേപോലെ വേക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ ലോട്ട്, ഒഴിഞ്ഞ ഒരു ഭാഗത്ത്, ഒരു സ്ഥലത്തിന്റെ ഒഴിഞ്ഞ ഭാഗത്ത് അവൾ ഫുഡ് വേസ്റ്റ് ഡംപ് ചെയ്യുകയായിരുന്നു. വെൻ എ സ്നേക്ക് ബിറ്റ് ഹെർ, വെൻ അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് എ സ്നേക്ക് ബിറ്റ്, ബൈറ്റ് എന്ന് പറഞ്ഞാൽ കടിക്കുക, അതിന്റെ പാസ്റ്റ് ആണ് ബിറ്റ്, കടിച്ചു, കൊത്തി. ഈ സാധാരണ ജീവികളൊക്കെ കടിക്കുന്നതിനും മനുഷ്യൻ കടിക്കുന്നതിനൊക്കെ ബൈറ്റ് എന്നാണ് പറയുക, അതിന്റെ പാസ്റ്റ് ആണ് ബിറ്റ്. അപ്പോൾ ദ ഗേൾ വാസ് ഡംപിങ് ഫുഡ് വേസ്റ്റ്, ആ പെൺകുട്ടി ഫുഡ് വേസ്റ്റ് കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു വേക്കൻഡ് ലോട്ടിൽ, ഒരു ഒഴിഞ്ഞ പറമ്പിൽ ഫുഡ് വേസ്റ്റ് കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്നേക്ക് അവളെ കടിച്ചു. അപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടിട്ട് നിങ്ങൾ അവിടേക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭർത്താവ് ഭാര്യയെ വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ നിങ്ങളോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞാൻ വരുന്ന സമയത്ത് ഈ ഭർത്താവ് ഈ ഭാര്യയെ വല്ലാതെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദ ഹസ്ബൻഡ് വാസ് അസോൾട്ടിങ്. അസോൾട്ട് എന്ന് പറഞ്ഞാൽ വേർബലി ആൻഡ് ഫിസിക്കലി നമ്മൾ എന്തെങ്കിലും ചീത്തയും വിളിച്ചിട്ട് നമ്മൾ അടിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനാണ് അസോൾട്ട് എന്ന് പറയുക. നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നു, വല്ലാതെ നമ്മൾ ചീത്തയും പറയുന്നുണ്ട്, അതേപോലെ ഫിസിക്കലിയും വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് അസോൾട്ട് എന്ന് പറയുക. ദ ഹസ്ബൻഡ് വാസ് അസോൾട്ടിങ്. ചില ഭർത്താക്കന്മാർ അങ്ങനെ ഉണ്ട്, ഭാര്യമാരെ വല്ലാതെ പീഡിപ്പിക്കും. ഇപ്പോഴും അങ്ങനെ നിലവിൽ ഉണ്ടാകാറുണ്ട് പല കേസുകളും. ദ ഹസ്ബൻഡ് വാസ് അസോൾട്ടിങ് ഹിസ് വൈഫ്. അദ്ദേഹത്തിന്റെ വൈഫിനെ അസോൾട്ട് ചെയ്യുകയായിരുന്നു, വല്ലാതെ ഉപദ്രവിക്കുകയായിരുന്നു. വെൻ ഐ കെയിം, ഞാൻ വന്ന സമയത്ത്. വെൻ ഐ കെയിം, കം എന്നതിന്റെ പാസ്റ്റാണ് കെയിം. അപ്പോൾ ഐ, ഹി, ഷീ, ഇറ്റ് സിംഗുലർ വരുമ്പോൾ വാസ് ആണ് വരിക. പറയുകയായിരുന്നു, ചെയ്യുകയായിരുന്നു, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ വാസ് വന്നതിന് ശേഷം വേർബ് വരും, പ്ലസ് ing വരും. ഇവിടെ യു, വി, ദേ പ്ലൂരലാണ് വരുന്നതെങ്കിൽ ഇവിടെ വേർ ആയിരിക്കും വരിക, പിന്നെ വേർബ് വരും, പിന്നെ ing വരും. ഇനി ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ടാസ്ക് ആണ്. ഞാൻ വരുന്ന സമയത്ത് അവൻ അപ്പുറത്തെ വീട്ടിലെ മാങ്ങയ്ക്ക് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും? കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ തെറ്റിയാലും ശരിയായാലും നിങ്ങൾ എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമന്റ് ചെയ്യുക, നിർബന്ധമായിട്ടും ലൈക്ക് ചെയ്യുക. ഇംഗ്ലീഷിനെ ഉള്ളം കയ്യിലാക്കാം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും, കാരണം അത്രയ്ക്ക് ഈസിയാണ് ഇംഗ്ലീഷ്. അപ്പോൾ മറക്കാതെ നിർബന്ധമായും എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയും വീഡിയോസുകൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.